ഒന്നും ഒന്നും രണ്ട്, രണ്ടും ഒന്നും മൂന്ന്, മൂന്നും ഒന്നും നാല്, ഒമ്പത് ഒന്നും പത്ത്, ഒമ്പത് ഒന്നും പത്ത്. ഹായ്, നമസ്കാരം. അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററി 50 എപ്പിസോഡ് പിന്നിട്ടിരിക്കുകയാണ്. 50ാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് തമ്പായി ഏട്ടിയാണ്. നമ്മുടെയെല്ലാം സ്വന്തം തമ്പായി ടീച്ചർ. തമ്പായി ടീച്ചറുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം തമ്പായി ഏട്ടി. തമ്പായി ഏട്ടി എത്ര വർഷമായി നഴ്സറിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ ഒരു 53 കൊല്ലം. 1971 സെപ്റ്റംബർ 5 ജോയിൻ ചെയ്തിരുന്നു. അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ അതേ നഴ്സറിയിൽ ജോലി ചെയ്യുന്നുണ്ട്. കുട്ടികളെല്ലാം നല്ല ഇതായിട്ട് ചെയ്യുന്നു. ഇപ്പൊ തമ്പായിട്ടിക്ക് എത്ര വയസ്സായത്? എനിക്ക് 77 വയസ്സായി. 77. അന്നൂരിലെ പല തലമുറകൾക്കും തമ്പായിട്ടിയെ സുപരിചിതമാണ്. തമ്പായിട്ടിയെ എന്തുകൊണ്ടാണ് ഈ ജോലിയിൽ നിന്നും വിരമിക്കാതെ ഈ ജോലിയിൽ തന്നെ പിന്തുടരാനുള്ള കാരണം? എനിക്ക് കുട്ടികളോട് അത്ര ഇഷ്ടമാണ്. കുട്ടികളെന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ്. ആ കുട്ടികളൊപ്പം തന്നെ ജീവിക്കണം എന്നും കൊണ്ടില്ല ഒരു പോക്കാണ് ഞാൻ പോകുന്നത്. ആ കുട്ടികളും ഞാൻ ഒരുപോലെയാണ്. ഇപ്പോൾ ചെറിയ കുട്ടികളും ഞാൻ ഒരുപോലെയാണ്. എനിക്ക് 2 കൊല്ലം കൊറോണ ആയിട്ട് ഞാനിവിടെ നിന്നു. അതുകൊണ്ട് നടക്കാൻ കഴിയില്ല. പിന്നെ ബാലൻസിന് ഇതായി. അതുകൊണ്ടാണ് പോകുന്നത്. ഇവരെന്നെ ചീത്ത പറയുന്നുണ്ട്. എൻ്റെ മക്കള് ഒരു പോണ്ടാന്നെല്ലാം പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. ഞാൻ പോകുന്നും പറഞ്ഞില്ല പോകുന്നു. തമ്പായിട്ട് ഈ പ്രായത്തിലും ചുറുചുറുക്കോടെ നടക്കാൻ കാരണം കുട്ടികളുമായുള്ള സഹവാസം കൊണ്ടല്ലേ? അതെ, അവരുടെ സഹവാസം കൊണ്ട് തന്നെയാണ്. ഞാൻ ഇപ്പം നടക്കുന്നില്ല, വണ്ടിയിലാണ് പോലെ പോയാലും ഇടുന്ന അടുത്തവരെ നടന്നിട്ട് പോകും. നടന്ന് പിന്നെ കുട്ടികളെ എടുക്കാൻ ഞാനാ പോലെ കുട്ടികളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇടുന്ന് പിന്നെ കണിയൂര് മുതൽ പയ്യന്നൂർ അമ്പലം വരെ കുട്ടികളുണ്ട്. ആ കുട്ടികളെല്ലാം വണ്ടിയിൽ കൂട്ടിയിട്ട് ചെറിയ 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് ഞങ്ങൾ അത് ആ കുട്ടികളെല്ലാം ഞാൻ കൂട്ടിയിട്ടാണ് 10 മണിയാകുമ്പോഴേക്ക് രാവിലെ ഇടുന്ന 8:45 ഇറങ്ങിയാൽ 10 മണിയാകുമ്പോഴേക്ക് നഴ്സറിയിലെത്തും. അതേപോലെ 3:15 ഞാൻ നടന്നിറങ്ങിയാൽ 5 മണിയാവും എൻ്റെ വീട്ടിലെത്താൻ. കുട്ടികളെല്ലാം ഇറക്കി എല്ലാം കൂടി ആക്കിയിട്ട് വേണമല്ലോ വരണമെങ്കിൽ. തമ്പായിട്ടിന്റെ കുടുംബത്തിനെ പറ്റി ഒന്ന് നമുക്ക് പറഞ്ഞു തരാം. കുടുംബത്തിനെ പറ്റി എനിക്കൊരു മോളാണ്. ആ മോള് ടീച്ചറാണ്. ഇവിടെ ഉണ്ടായിന്. പിന്നെ ഇടയിലും ഉണ്ടായിന്. ഇപ്പം അവസാനം വടക്കമ്പാട് രാമന്തളി വടക്കമ്പാട് നിന്ന് മതിയാക്കിയിട്ട് വന്നിന്. പിന്നെ ഓക്ക് 2 ആൺകുട്ടികൾ. രണ്ടാളും ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. ഒരുത്തിനിപ്പോൾ കൊറോണ ആയതിന് ശേഷം ചെറിയ മോൻ ഇവിടെ തന്നെ ചെയ്യുന്നത്. മറ്റവൻ കല്യാണം കഴിച്ചു. ഓൻ്റെ ഭാര്യയും ഓനും ബാംഗ്ലൂര്. തമ്പായിട്ട് 53 കൊല്ലായില്ലേ ഒരേ സ്ഥലത്ത് തന്നെ ജോലി ചെയ്യുന്നത്? ഈ 53 കൊല്ലത്തിലുള്ള അനുഭവങ്ങളൊന്ന് പറഞ്ഞുതരുമോ? പിന്നെ അനുഭവങ്ങൾ എന്ന് വെച്ചാൽ കുറെ കുട്ടികളെ പഠിപ്പിച്ചു, കുറെ നോക്കി, കുറെ തല്ലിയിട്ടി, കുറെ അവരെ കടിയിട്ടി. ഇതെല്ലാം നല്ല അനുഭവം. പിന്നെ അവരെ സ്നേഹം ഇപ്പം നല്ലോണം സ്നേഹിക്കുന്ന കുട്ടികൾ നല്ല ഇതായിട്ടുണ്ട്. ഇപ്പൊ എന്നെ കാണുമ്പോൾ അത്രയും നല്ല ബഹുമാനം ഒക്കെ ആവുന്നുണ്ട്. ചിലവര് കണ്ട ഭാവം നടിക്കൂല ചില കുട്ടികളെ. അത് അവരെ വീട്ടിലെ സാഹചര്യം അങ്ങനെല്ലാം അത്. മറ്റു കുറച്ച് ബഹുമാനമുള്ളവർക്ക് അതുണ്ട്. പിന്നെ കുറെ ആള് വലിയവരാര് റിട്ടയർഡായി. കുറെ ആള് ആദ്യം നഴ്സറി പഠിച്ചവരെല്ലാം റിട്ടയർഡായി. ഏകദേശം റിട്ടയർഡ് ജോലിയില്ലവര്. അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അവര് കാണുമ്പോ നല്ല ഇതാണ്. എനിക്കാരും മനസ്സിലാവില്ല. ഇപ്പൊ നിന്നെ തന്നെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ നിന്നെ കണ്ടിന് കാണലുണ്ട്. ഇന്ന ആളാന്ന് എനിക്ക് മനസ്സിലാവും. ഇപ്പൊ അവിടെ ഇപ്പൊ ഞാൻ ഇതിനിടക്ക് പിന്നെ ഞാൻ അവിടെ കോത്തായിമുക്കിൽ ഇറങ്ങിയിട്ട് പോകുമ്പോ ഒരു കുട്ടി ബൈക്കത്ത് പോകുമ്പോ ആ ടീച്ചറെ ഞാൻ കൊണ്ടാക്കി തരാറിന്റെ പോകും. എനിക്ക് ഓന ആരാണെന്ന് എനിക്കറിയില്ല. അവസാനം ഞാൻ പിന്നെ അവിടെ പോയി നഴ്സറി പോയിട്ട് പറഞ്ഞു ഇന്ന പോലെ ഉണ്ട്. അത് ദീപേരം വന്നു. നമ്മളെ പിന്നെ കിഷോർ ഉണ്ടല്ലോ, നാരായണന്റെ മൂത്ത മോളെ മോനാണത്. അവിടെ പഠിച്ചാന്ന് ചെയ്തു. ഓനെ എനിക്ക് പോലും മനസ്സിലാവണ്ടേ. ഇപ്പോൾ കുട്ടികളെ എനിക്ക് മനസ്സിലാവില്ല. ഇപ്പം അനുമോദനമൊക്കെ ഉണ്ടായിട്ട് തമ്പായി ടീച്ചർക്ക് 50 കൊല്ലത്തിന് അങ്ങനെ അനുമോദനമൊന്നും എന്നെ അവർക്ക് അത്ര വലിയതൊന്നുമില്ല. ഞാൻ ഹെൽപ്പറല്ലേ. ഹെൽപ്പർ ആകുമ്പോ പിന്നെ അവർക്ക് ടീച്ചർമാരോട് അല്ലാണ്ട് അത് ഇതൊന്നുമില്ല. അനുമോദനം ഒന്നുമില്ല. ഒരു പെൻഷനും ഇല്ല, ഒരു കാര്യമില്ല, ഒന്നുമില്ല. വേണ്ട മതിയാക്കുമ്പോ മതി 500 രൂപ. ഇതൊന്നുമില്ല.
പെൻഷൻ ഉണ്ടെങ്കിൽ പിന്നെ പണ്ടേ മതിയാക്കും 60 വയസ്സിൽ മതിയാക്കും. ഇല്ലാത്തതുകൊണ്ട് പോകുന്ന വരുന്നു. പിന്നെ ഇവര് തന്നെ എൻ്റെ മോളും ചീത്ത പറയുന്നു, മക്കളും ചീത്ത പറയുന്നു. ആ പൈസ ആർന്ന് കിട്ടുന്ന പൈസ ഞങ്ങൾ തരാന്ന് പറയുന്നത്. വീടൊക്കെ വെറുതെ ഇരുന്നിട്ട് രാവിലെ ദേശം ചോറ് വെക്കണം, എന്തെങ്കിലും 2 കൂട്ടാൻ വെച്ചാൽ വെറുതെ ഇരിക്കണ്ടേ, അതുകൊണ്ട് പോകുന്നതാണ്. എല്ലാരും വിചാരിക്കും ഞാൻ കാർത്തായിരുന്നു. അതുകൊണ്ടൊന്നുമല്ല. കുട്ടികളൊക്കെ കുറച്ചേരം കളിക്കാം, അവരോട് ഇപ്പം എന്താവാം, ദേഷ്യപ്പെടാം, കുറച്ചേരം ഇതാക്കാം, പേടിപ്പിക്കാം. ഈ പിന്നെ തമ്പായി ടീച്ചറെ കണ്ടാല് കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ്. അതെന്തുകൊണ്ടാണ്? അവരെ ഞാൻ പേടിപ്പിക്കുകയും ചെയ്യും, സ്നേഹിക്കുകയും ചെയ്യും. അത് രണ്ടും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേടിക്കുകയും ചെയ്യും. ഇപ്പൊ ആരും പേടിക്കില്ല, പേടിപ്പിക്കില്ല. ഇപ്പൊ അങ്ങനെ ഒരു നിയമമല്ലേ? ഇപ്പൊ ആരും പേടിപ്പിക്കില്ല. പേടിപ്പിക്കാച്ചാൽ അവർ പേടിക്കൂല. അവരെന്നെ പേടിപ്പിക്കും, അവരെന്നെ ഇങ്ങോട്ട് പേടിപ്പിക്കുമോ. പണ്ടത്തെ കുട്ടികളല്ല ഇന്നത്തെ കുട്ടികൾ. ഇന്നത്തെ പിന്നെ എല്ലാം ഇതായല്ല, മാറിയില്ലേ. പണ്ട് ചോറും ഗതും കഴിഞ്ഞിട്ട് ഇപ്പം ചിക്കനും മട്ടനും ഇതെല്ലാം തിന്നിട്ട് ജീവിക്കുന്ന കുട്ടികളാണ്. ഇതിപ്പോ നേഴ്സറി തന്നെ ചോറ് ഭക്ഷണം കൊടുക്കുമ്പോ മീനുണ്ടാ, മീൻ പിന്നെ ചിക്കൻ ഉണ്ടാ, അങ്ങനെയാ ചോദിക്കല്. ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷം. കാരണം നമുക്ക് കൊടുക്കാനാവില്ല. അപ്പം നമ്മുടെ ഈ അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററിയിൽ ഇത്രയും നേരം സഹകരിച്ചതിന് ഒരുപാട് നന്ദി. തമ്പായേട്ടി ഇനിയും ഒരുപാട് കാലം നഴ്സറിയിൽ പ്രവർത്തിക്കാൻ സർവീസിൽ അനുഗ്രഹിക്കട്ടെ. എന്നെ നിങ്ങൾ വന്ന് കണ്ടതും ഞാൻ ഇത്രയും വർത്തമാനം പറഞ്ഞതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നത്. നീ എൻ്റെ ഒരു മോനായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മ പിന്നെ ഒന്നിച്ചിട്ട് നിന്നെ ഞാൻ പഠിപ്പിച്ചാണ്, നിന്നെ ഞാൻ നോക്കിയതാണ്. അതുകൊണ്ട് നിന്നെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, ഇപ്പം മനസ്സിലായി. അറിവിൻ്റെ ആദ്യാക്ഷരം നാവിൻ തുമ്പിൽ കുറിച്ച് അമ്മയുടെ വിരൽത്തുമ്പ് പിടിച്ച് ആദ്യമായി കയറിപ്പോകുന്ന ഇടം. സ്വന്തം അമ്മയുടെ കരങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത് നെഞ്ചോട് ചേർത്ത് താലോലിക്കുന്ന മറ്റൊരമ്മ. അതാണ് അന്നൂർ നഴ്സറിയിലെ തമ്പായി അമ്മ. തൻ്റെ 77ാമത്തെ വയസ്സിലും 53 വർഷ കാലയളവിൽ 3 തലമുറയിലെ കുട്ടികളുടെ അമ്മയായി കാണപ്പെടുമ്പോഴും ജോലിയിൽ നിന്നും വിരമിക്കാതെ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ്. സ്വന്തം അമ്മയ്ക്ക് പോലും നോക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നഴ്സറിയിലേക്ക് കൊണ്ടുവിടുമ്പോൾ പിച്ചിയും ചീന്തിയും എന്ന് വേണ്ട കുഞ്ഞുമക്കൾ ആ അമ്മയെ ദ്രോഹിക്കുമ്പോഴും അതെല്ലാം മറന്നു പാട്ടുപാടിയും കഥ പറഞ്ഞും കുഞ്ഞുമക്കളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ മറ്റൊരു പോറ്റമ്മയായി മാറുകയായിരുന്നു തമ്പായി അമ്മ. എത്ര തലമുറകൾ തമ്പായി അമ്മയുടെ മുന്നിലൂടെ കടന്നു പോയെങ്കിലും സ്കൂൾ കോളേജ് സംഗമം വെച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഗുരുക്കന്മാരെ ആദരിക്കുമ്പോൾ ആദ്യം കൈപിടിച്ചുയർത്തിയ നഴ്സറിയെയും തമ്പായിയമ്മയെയും മറന്നു പോകുന്നുവെങ്കിലും അതിനെക്കുറിച്ചൊന്നും വ്യാകുലപ്പെടാതെ പൂർണ്ണ സന്തോഷവതിയായി കാണാൻ പറ്റുന്നു എന്ന് തന്നെയാണ് അവരിലുള്ള നന്മയും. മക്കളോടുള്ള സ്നേഹം, വാത്സല്യം എന്നു വേണ്ട, അത് ഏതു വിധത്തിലും അനുഭവിച്ചറിഞ്ഞ ഒരാളായ തമ്പായിയമ്മയുടെ മുഖത്തും മക്കളുടെ മുഖത്ത് കാണുന്ന അതേ നിഷ്കളങ്കമായ പുഞ്ചിരി കാണാൻ സാധിക്കുന്നതാണ്. നല്ലൊരു പ്രായം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ടും മറ്റു പല കാരണങ്ങളാലും ദേഷ്യവും മടുപ്പും കാണിക്കുന്ന ഈ കാലഘട്ടത്തിലും അന്നൂർ നഴ്സറിയിൽ ടീച്ചർമാർ മാറി മാറി വരികയും പോവുകയും ചെയ്യുമ്പോഴും അവരുടെയൊക്കെ നല്ലൊരു സുഹൃത്തായും എന്തും തുറന്നു പറയാനുള്ള ഒരമ്മയായും മാറുകയാണ് തമ്പായി അമ്മ. പ്രായമല്ല, സൗഹൃദത്തിൻ്റെ ആഴം. എല്ലാം കേട്ടും ഒരുപോലെ ഒരേ മനസ്സോടെ മുന്നോട്ടു പോകാൻ പറ്റുന്നു എങ്കിൽ അവിടെ വലുപ്പച്ചെറുപ്പം എന്നുള്ളതിലല്ല പ്രശസ്തി. ഏത് പ്രായക്കാരുടെ മുമ്പിലും ഇടപെടുമ്പോൾ അവരുടെ പ്രായത്തിൻ്റെ മനസ്സാക്കി സ്വന്തം മനസ്സിനെ മാറ്റുകയാണ് തമ്പായി അമ്മ. കാലം മുമ്പോട്ട് നീങ്ങുമ്പോൾ കുഞ്ഞുമക്കളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കായി ചെയ്യുന്ന വലിയ കാര്യങ്ങളാണ് ജീവിതത്തിൽ ഈ പ്രായത്തിലും അവരെ തളരാതെ നിലനിർത്തുന്നത്. CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ രാമന്തളിയിൽ നിന്നും റിട്ടയർഡായ ഏക മകൾ ഭാനുമതിയും അവരുടെ 2 മക്കളും അടങ്ങുന്നതാണ് കുടുംബം. ഇന്നത്തെ തലമുറയിലെ ടീച്ചർമാരായാലും ഹെൽപ്പർമാരായാലും ഒരു കുട്ടി നിരന്തരം കരഞ്ഞുകൊണ്ട് കുഴപ്പക്കാരനായി നഴ്സറി വാതിക്കലെത്തുമ്പോൾ ഒരു തവണയെങ്കിലും അറിയാതെ വരുന്നുണ്ട് ആ കുട്ടി മറ്റുള്ള കുട്ടികളെ കരയിപ്പിക്കാനെന്ന് പറഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ കുഞ്ഞുമക്കളുടെ വരവിനായി ആ നിറഞ്ഞ ചിരിയോടെ നഴ്സറി മുറിയുടെ മുമ്പിലെ വാതിക്കൽ കാത്തു നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട തമ്പായി അമ്മ ഇനിയും ഒരുപാട് തലമുറയ്ക്കുള്ള മാർഗദീപമായി മാറുകയാണ്. മനുഷ്യജന്മത്തിൻ്റെ മാനസിക സന്തോഷം ഒരിക്കലും ആർക്കും പണം കൊടുത്ത് വാങ്ങാനാവുന്നതല്ല എന്നും അത് അവനവൻ്റെ മനോനിലവാരം സ്വയം ഉയർത്തി നേടേണ്ടതാണെന്നും
ഈ കാലഘട്ടം എത്രയും തമ്പായി അമ്മയുടെ നന്മകളിൽ നിന്നും പഠിച്ചെടുക്കേണ്ട ഒരു പാഠമാണ്. പേര് സുമ. എൻ്റെ പേര് രേഖ. എൻ്റെ പേര് ബേബി. ഇപ്പം അംഗൻവാടി നഴ്സറിയിൽ തരാന്ന് നിങ്ങൾ മൂന്നുപേരും? ഞാൻ ഹെൽപ്പർ. ഞാൻ ടീച്ചർ. ഞാനും ടീച്ചർ. 20 വർഷമായി വർക്ക് ചെയ്യുന്നത്. അപ്പൊ തമ്പായിട്ടിന്റെ കൂടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇപ്പൊ തമ്പായിട്ടിനെ പറ്റിയുള്ള കുറച്ച് അനുഭവങ്ങൾ നമുക്ക് പങ്കുവെച്ചു. തമ്പായിട്ട് ഇത്രയും നമ്മളെക്കാൾ ഒരുപാട് പ്രായമാണെങ്കിലും നല്ലൊരു ഫ്രണ്ട് കൂടിയാണ്. പിന്നെ നല്ലൊരു അമ്മ, എന്തും പറയാം. നമ്മൊരു അതാണ്, എന്ത് തുറന്നു പറയാൻ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്. പ്രായത്തിന്റെ ആ ഒരു ഇതൊന്നുമല്ല. നമുക്ക് വയസ്സ് അതന്നെ. ഇപ്പൊ എത്ര കുട്ടികളാണ് ഇവിടെ ഉള്ളത്? 44 കുട്ടികളുണ്ട്. 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഉണ്ട്. ഇപ്പം ചെറിയ കുട്ടികളൊക്കെ നോക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടല്ലേ? എങ്ങനെ ടീച്ചർ? വളരെ ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് വളരെ സന്തോഷമാണ്. ഒരമ്മേനെ പോലെ തന്നെ നമ്മളോടും അവർക്ക് അങ്ങനെ തന്നെയാണ്. എന്തും അവര് വന്നിട്ട് വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം വന്ന് പറയും, എല്ലാം ചെയ്യും. തുടങ്ങിയിട്ട് 10 വർഷമായി. എൻ്റെ ഹെൽപ്പറായിട്ടാണ് തമ്പായി ടീച്ചറുടെ വർക്ക് ഉള്ളത്. ഇപ്പോൾ എനിക്ക് എല്ലാ സഹായവും കൃത്യമായിട്ട് ചെയ്തു തരുന്നുണ്ട് തമ്പായമ്മ. ഭക്ഷണത്തിൻ്റെ ആയാലും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, കൂടെ തന്നെ സഹായിക്കുന്നുണ്ട് എല്ലാ തരത്തിലും. നല്ല ഒരു അമ്മേനെ മാതിരിയാണ്. നമ്മളെ ഒന്നിച്ച് എന്നും തുറന്ന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും. ചില സമയം നമ്മ അടികൂടുമായിരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞ പാടുന്ന നമ്മ നേരെയാവുകയും ചെയ്യും. അങ്ങനെ നല്ല ഇതാണ്. പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റേ, പൂവിലിരിക്കണ പൂമ്പാറ്റേ, നാടു തെണ്ടണ പൂമ്പാറ്റേ, നീ പോകരുതേ എൻ്റെ പൂങ്കരളെ, പാലു തരാം ഞാൻ വാ വാ. Johnny. Johnny, Johnny. Yes, Papa. Yes, Papa. Eating sugar. Eating sugar. No, Papa. No, Papa. Telling lies. Telling lies. No, Papa. No, Papa. Open your mouth. Open your mouth. Ha ha ha. Ha ha ha.